ഞാനൊരു കൊച്ചു കഥ പറയാം. നാട്ടിലൊരു നമ്പൂതിരി ഉണ്ടായിരുന്നു. പൊന്നായ കുറച്ച് സ്ഥലം നമ്പൂതിരിക്കുണ്ടായിരുന്നു. നമ്പൂതിരി ഒരു കാരണവശാലും സ്ഥലം കൊടുക്കത്തില്ല. എന്നാൽ വെറുതെ ഇട്ടിരിക്കാൻ ഒരു മാനസികാവസ്ഥയില്ല. അങ്ങനെ നമ്പൂതിരി വിചാരിച്ചു എന്നാൽ കൊടുത്തു കളയാം. അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്പൂതിരി പറഞ്ഞിട്ട് ചില കണ്ടീഷൻസ്, ഒരു നമ്പൂതിരി വന്നാലേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ മിനിമം ബ്രാഹ്മണനായിരിക്കണം, നായരെങ്കിലും ആയിരിക്കണം, മറ്റാവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കരുത്, ഇത് പറയുന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ കണ്ടീഷനൊക്കെ വെച്ച് നമ്പൂതിരി അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ കണ്ടീഷനൊന്നും ഇല്ലാതെ വസ്തു വാങ്ങാനായി ഒത്തിരി പേര് വന്നു. വന്നവർക്കെല്ലാം മെഗാ ബിസിനസ് ചെയ്യണം, വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ പക്ഷേ നമ്പൂതിരി കൊടുക്കൂല. കണ്ണായ സ്ഥലമാണ്, പൊന്നായ സ്ഥലമാണ്, കുറച്ചൊരു സെൻസിറ്റീവായ ഏരിയയാണ്, പരിസ്ഥിതികമായി നല്ല ഒരു ഗുണകരമായ പ്രദേശമാണ്. നമ്പൂതിരി കൊടുക്കത്തില്ല. അവസാനം ഇത് മനസ്സിലാക്കിയ വേറൊരാൾ നമ്പൂതിരിയെ പാട്ടിലാക്കാൻ ശ്രമിച്ചു. അതും നടന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് വലിയൊരു മുതലാളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു നമ്പൂതിരിയെ തന്നെ കണ്ടുപിടിച്ചു. ആ നമ്പൂതിരിയെ കൊണ്ട് ആ വസ്തു വാങ്ങിപ്പിച്ചു. എന്നിട്ട് ആ വാങ്ങിയ നമ്പൂതിരിയിൽ നിന്ന് ഈ മുതലാളി വസ്തു വാങ്ങി. ഈ കഥയിലെ കഥാപാത്രങ്ങൾ നമ്മുടെ വിഴിഞ്ഞവും അദാനിയും MSC കമ്പനിയുമാണ്. അദാനിയാകുന്ന നമ്പൂതിരിക്കാണ്, ഇന്ത്യൻ കോർപ്പറേറ്റിനാണ് കേരള സർക്കാരാകുന്ന നമ്പൂതിരി കൊടുത്തത്, വസ്തു തീരം കൊടുത്തത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് കൊടുക്കുന്നു. അദാനി വാങ്ങി പതുക്കെ MSC കമ്പനിക്ക് കൊടുത്തു. തീർന്നില്ലേ കഥ? 25% കൊടുക്കാൻ പാടുള്ളൂ, 49% കൊടുത്തു ഓഹരി. ഒരു ടെർമിനലേ കൊടുത്തോളാമെന്ന് പറയുന്നത്, ബാക്കി പിന്നെ കൊടുക്കുമെന്നാണ് പറയണത്. 1-ാം ഘട്ടത്തിന് അനുവാദം വാങ്ങുന്നു, 2-ഉം 3-ഉം ഘട്ടത്തിന് അനുവാദം വാങ്ങുന്നു, 3-ാം ഘട്ടത്തോടൊപ്പം 4-ാം ഘട്ടത്തിൻ്റെ കുറച്ചിന് അനുവാദം വാങ്ങുന്നു. എന്നാൽ 4-ാം ഘട്ടം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല. സർക്കാരിൻ്റെ അറിയാതെ, സെബി അറിയാതെ, വിദേശകാര്യ വകുപ്പ് അറിയാതെ, ധനകാര്യ വകുപ്പ് അറിയാതെ ഓഹരി കൈമാറ്റം നടക്കുന്നു. കേരള സർക്കാർ, പ്രതിപക്ഷ നേതാവും ഭരണകക്ഷിയും മുഖ്യമന്ത്രിയൊക്കെ വലിയ ശബ്ദത്തിൽ ബഹളമുണ്ടാക്കുന്നു. മുഖ്യമന്ത്രി കർശനമായി കത്ത് കൊടുക്കുന്നു. അപ്പോൾ അവർ ഗവൺമെൻറ്റിന് കത്ത് കൊടുക്കുന്നു. എന്തായാലും തീരം ജക്കപ്പൊക്കെയായി. ഞാൻ പറഞ്ഞ നമ്പൂതിരിയാണ്. നമ്പൂതിരിയുടെ നിന്നൊരു നമ്പൂതിരി വാങ്ങി, ആ നമ്പൂതിരിയിൽ നിന്ന് വേറെ ഒരാൾ വാങ്ങിയത് വലിയ മുതലാളിയാണ്. അതുകൊണ്ട് ജാതി നോക്കുന്നില്ല. ഇത് ഒരു സാത്വികമായി കൊണ്ട് നടന്നൊരു ഭൂമിയല്ലേ. അപ്പോൾ പൊന്നുപോലെ നമ്പൂതിരി കൊണ്ട് നടന്നൊരു ഭൂമിയെ മറ്റൊരു നമ്പൂതിരി വന്ന് വാങ്ങി, ആ നമ്പൂതിരിയുടെ നിന്ന് വേറെ ആൾ വാങ്ങി കൊണ്ടുപോയി. ഇപ്പം ചുരുക്കത്തിൽ ഈ യഥാർത്ഥ നമ്പൂതിരിക്ക് അതിനകത്തൊരു അവകാശമില്ല. ആദ്യം പറഞ്ഞപ്പോൾ കുറച്ച് അവകാശമൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു അവകാശമില്ല അതിനകത്ത്. വാങ്ങിയ ആൾ ഇഷ്ടമുള്ളവരെയൊക്കെ ചെയ്യുന്നു. എന്ത് ചെയ്യാനാ? ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് MSC കമ്പനി. നമ്മളിവിടെയൊക്കെ ഈ ഇന്ത്യ ഭൂപടം എടുത്ത് വെച്ചാൽ കേരളത്തിൽ ഈ മൂല അറ്റത്ത് കിടന്നുകൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷം വല്ലത് പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അവൻ കോടാനുകോടി രൂപയുടെ സ്വത്തുള്ളവനാണ്. സ്വിറ്റ്സർലൻഡ് ബേസ് ചെയ്തുള്ള കമ്പനിയാണ്. ലോകം കീഴ്മേൽ മറിക്കുന്ന കപ്പൽ സംവിധാനമുള്ള ട്രാൻസ്മിഷൻ ഷിപ്പിൻ്റെ കപ്പൽ ശൃംഖലയുള്ള വലിയ മുതലാളിയാണ് MSC. 900 കപ്പലിനുണ്ടെന്നാണ് പറയുന്നത്. അതിനേക്കാൾ വലിയ മുതലാളിയാണ് അദാനി. ആര് തിരുത്താനാണ്? ആര് പറയാനാണ്? ഇപ്പോൾ എന്തായാലും രസകരമാണ് കാര്യങ്ങൾ. വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ തന്നെ ഒരുപാട് വിവാദമായി. ഇപ്പോഴിതാ വലിയ വിവാദത്തിലേക്ക് പോകുന്നു. CPM-നെ സംബന്ധിച്ച് അവർക്കൊരു ഗോൾഡൻ ചാൻസ് കിട്ടി. എങ്ങനെ സമരം ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അറിഞ്ഞയ്യോ ശിവ ശിവ, നല്ല സുന്ദരമായിട്ട് വീണ് കിട്ടിയിട്ടുണ്ട്. അവർ നന്നായി കൊയ്യും, നന്നായി അവർ സമരം ചെയ്യും. ഇപ്പോൾ അടുത്ത ദിവസം ആലപ്പുഴയിൽ, ഈ ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു, ആലപ്പുഴയിൽ വലിയ സമ്മേളനം നടക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ പങ്കെടുക്കുന്നു, സാങ്കേതിക വിദഗ്ധർ പങ്കെടുക്കുന്നു, തോമസ് ഐസക് പങ്കെടുക്കുന്നു, ആഞ്ചലോസ് പങ്കെടുക്കുന്നു, പിന്നെ ചിത്തരഞ്ജൻ പങ്കെടുക്കുന്നു. വലിയ സമ്മേളനങ്ങൾ നടക്കുന്നു. തീരദേശം ഒന്നാകെ ഇളകി മറിയുന്നു. സർക്കാരിൻ്റെ പൈസ ഉണ്ടായില്ല, സ്വകാര്യ മേഖലയിൽ കൊടുക്കാൻ പറ്റുമോ? അതുമില്ല. എന്താ ചെയ്യുക? കേരളം വലിയ പ്രതിസന്ധിയിലാണ്.
വളരെ വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിയിൽ വിഴിഞ്ഞം ഇങ്ങനെ പെട്ട് നിൽക്കുകയാണ്. ഇനി എന്നാണ് ഈ പ്രതിസന്ധി മാറുക നമുക്കറിയില്ല. എന്തായാലും വിഴിഞ്ഞം പദ്ധതി വളരെ വലിയ ഒരു സ്വപ്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. ആരുടെ സ്വപ്നം എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ MSC കമ്പനിയുടെ സ്വപ്നമായിരുന്നു അദാനിയിലൂടെ വന്നത്, അതോ അദാനിയുടെ സ്വപ്നം MSC കമ്പനി വഴി വന്നതാണോ? ഇത് രണ്ടുപേരുടെയും സ്വപ്നം കേരള സർക്കാർ വഴി വന്നതാണോ? എന്താണെന്നറിയില്ല. വിഴിഞ്ഞം പോർട്ട് അതിൻ്റെ എല്ലാവിധ എന്താ പറയുക പ്രശ്നങ്ങളിൽ നിന്നും മാറി പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് പോയി, വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ അവർ സമരമാർഗത്തിലേക്ക് പോവും. CPM സമരമാർഗത്തിലേക്ക് പോവും, ഇടതുപക്ഷ സമരമാർഗത്തിലേക്ക് പോവും. ഇതാ കടൽ വിൽക്കുന്നു, കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കും. എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെയും പിന്നോട്ടടിക്കുന്ന വളരെ വലിയ ഒരു ക്യാമ്പയിനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പമാണല്ലോ, ജോലി ചെയ്യിക്കാനാണല്ലോ നമുക്ക് പാട്, ചെയ്യിക്കാതിരിക്കാൻ എളുപ്പമാണല്ലോ, കല്ലെടുത്തെറിഞ്ഞാലും മതിയല്ലോ. എന്തായാലും കേരളത്തിൻ്റെ ഭാവി വളരെ വലിയ മോഹന വാഗ്ദാന സുന്ദരമാവും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ വിഴിഞ്ഞം പദ്ധതി അവസാനം വിവാദങ്ങളിൽ കുരുങ്ങി